എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറിയംസ് ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്ന. ഇന്ന് എനിക്ക് കുറച്ചുകൂടി സന്തോഷം എന്താണെന്നറിയാം, നല്ലൊരു ക്ലൈമറ്റ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു വെളിച്ചമൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി സന്തോഷമല്ലേ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് 2 ചോദ്യമായിട്ടാ. എല്ലാവർക്കും ചോദ്യമൊക്കെ ഇഷ്ടമല്ലേ, ഉത്തരം പറയാൻ ഇഷ്ടമല്ലേ? അപ്പൊ ചോദിക്കട്ടെ. അപ്പൊ അതിനു മുമ്പായിട്ട് ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സ്വന്തം ജിജി. ആരുടെയെങ്കിലും ജീവിതത്തില് ഒന്ന് ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ആ ചെറിയ ചിന്തകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ചിന്തയിലേക്ക് പോയാലോ? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഇന്നത്തെ ചോദ്യം: മറ്റുള്ളവരോട് സോറി പറയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? മറ്റുള്ളവരിൽ നിന്ന് സോറി കേൾക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പൊ ഇന്നത്തെ ചിന്ത ഫോർഗീവ്നെസ്. എന്താണ് ഫോർഗീവ്നെസ്? ആ വാക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് അല്ലെ. പലപ്പോഴും പലരും പറയുന്നുണ്ട് ക്ഷമിക്കണം, ക്ഷമിക്കപ്പെടണം. എന്നാല് അതിന്റെ ഒരു ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോയാല് ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക, നിരുപാധിക ക്ഷമിക്കുക. ആ ഫോർഗീവ്നെസ് എന്ന വാക്കിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആ ഒരു വേർഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫോർ ഗീവ്നെസ്, അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഈ ഫോർഗീവ്നെസ് കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അതിന് വലിയൊരു സീക്രട്ട് ഉണ്ട്. അതാണ് ഈ വീഡിയോയുടെ എൻഡിൽ പറയാമേ. അപ്പൊ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരു നാണയം എടുത്താൽ, ഒരു കോയിൻ എടുത്താൽ അത് 2 വശങ്ങളുണ്ട് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഫോർഗീവ്നെസ് ആൻഡ് ലവ്. ലവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അൺകണ്ടീഷണൽ ലവ്, അതാണ് ഫോർഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരോട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുക. അത് നമുക്ക് സാധിക്കുമോ? നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ മുറിവേൽപ്പിച്ചവരോട്, ഒരു കാരണവുമില്ലാതെ നമ്മളെ പറ്റി ദോഷിച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നോ? നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചറിൽ ആർക്കും അത് സാധിക്കത്തില്ല. ഞാനും അങ്ങനെ തന്നെയാ, ഒരു വ്യത്യാസവുമില്ല. പണ്ടൊക്കെ എന്നെ വേദനിപ്പിച്ചവരോട്, അല്ലെങ്കിൽ കാരണമില്ലാതെ എന്നെ വിഷമിപ്പിച്ചവരോട് ഞാൻ പറയും മരിച്ചാലും ഞാൻ മറക്കത്തില്ല എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നാല് ഞാൻ ഈ ഫോർഗീവ്നെസ്സിനെ പറ്റി പഠിച്ചപ്പോഴോർത്തത്, എന്നെ വേദനിപ്പിച്ചവര് അവരെവിടെയൊക്കെയോ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവരോട് ക്ഷമിക്കാവുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിലാണ് ആ വേദന. ഇന്ന് ഞാൻ അത് ഓർത്ത് ഓരോ നിമിഷവും നമ്മള് കഴിയുക. എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചാല്, നമ്മുടെ തോളില് വലിയൊരു ഭാരം ചുമന്നോണ്ട് നമ്മൾ നടക്കുക. ആ ഭാരം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ആ നമ്മളെ വേദനിപ്പിച്ചവർക്ക് പ്രയോജനം ഒന്നുമില്ല. എന്നാൽ ആ ഭാരം ഒന്ന് ഇറക്കി വെച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് അവരോട് ക്ഷമിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ലൈറ്റായിട്ട് മാറും. നമ്മൾക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് നയിക്കാൻ പറ്റും. മറ്റുള്ളവരോട് ദേഷ്യമില്ല എങ്കിൽ, മറ്റുള്ളവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ലൈറ്റ് ആകത്തില്ലേ, നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമാകത്തില്ലേ, നമ്മൾ എന്തോ ചെയ്തു. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതല്ല, നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആ തടവറയിൽ നിന്ന് നമ്മൾക്കൊന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഞാൻ അവരോട് ക്ഷമിച്ചു, നമ്മളെന്തോ വലിയ കാര്യം ചെയ്തു. നമ്മൾ വലിയ കാര്യം നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വേദനിപ്പിച്ചവർ അതൊന്നും ഓർക്കാതെ എവിടെയൊക്കെയോ ആയിരിക്കുന്നു. അവരതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലെ ഉണ്ടാകില്ല. എന്നാൽ ഓരോ നിമിഷവും ആ ട്രോമയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു നൈഫ് നമ്മളെ അന്യ നിമിഷം കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ളവർക്കാണ് ക്ഷമിക്കാൻ കഴിയുന്നത്? നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പറയുന്നത്, നമുക്ക് ക്ഷമിക്കണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി വേണം. വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയില്ല. They can never forgive. എന്നാല് നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുമ്പോൾ നമ്മുടെ ആ നല്ല ക്വാളിറ്റി, നമ്മുടെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി പറഞ്ഞിരിക്കുന്നത്, forgive your enemies but don't forget their names. അത് തേടിപ്പിടിച്ചവരെ വേദനിപ്പിക്കാനല്ല, അവരെ ബ്ലെസ് ചെയ്യുക. നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മൾ ക്ഷമ ചോദിക്കാനുള്ളവരോടും നമ്മൾ ക്ഷമിക്കുക, അവരെ ബ്ലെസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത്. എല്ലാവരും റെഡിയാണോ? അത് ഇന്നും നാളെയും കൊണ്ട് പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല. എന്നാൽ ഗ്രാജുവലി നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. മഹത് ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കാനാണ്. നമുക്ക് ക്ഷമിക്കണമെങ്കിൽ
നമ്മുടെ ജീവിതത്തില് നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യാനും സ്നേഹിക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നമുക്ക് പറയാം, ഓ ഞാൻ അവരോട് ക്ഷമിച്ചു, എന്നാൽ വീണ്ടും അവരെ കാണുമ്പോൾ അല്ലെ അവരുടെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകുന്നുവെങ്കിൽ അത് നമ്മൾ അവരോട് ക്ഷമിച്ചിട്ടില്ല. എവിടെയോ ഹൃദയത്തിന്റെ കോണില് വീണ്ടും അവരെ പറ്റിയുള്ള ആ ഒരു ബിറ്റർനെസ് ഉണ്ട്. മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുക. ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക, എന്നിട്ട് അത് കീറിക്കളയുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി സിംബോളിക്കായിട്ട് അത് മാറിപ്പോകും. ഈ ദിവസങ്ങൾ നമുക്ക് അത് സാധിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു ടോപ്പ് സീക്രട്ട് ഫോർഗീവ്നെസ് കൊണ്ടുള്ള എന്താണെന്നറിയോ? ആദ്യം നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്തു പോയ ചില തെറ്റുകള് അത് നമ്മളോട് തന്നെ നമ്മൾ അയ്യോ നീ അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തോർത്ത് നമ്മളെ തന്നെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? നമ്മളോട് തന്നെ നമ്മൾ ക്ഷമ ചോദിക്കുക. അതിന് വേണമെങ്കിൽ ഒരു മിററിന്റെ അടുക്ക ചെന്നിരുന്നോട്ടെ, മിററിനെ നോക്കി പറഞ്ഞാൽ മതി. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വരും. നമ്മളോട് തന്നെ ക്ഷമിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും യെസ് ഐ എം സംതിങ്, ഐ എം ഗുഡ്. അപ്പോൾ അങ്ങനെ നമ്മളോട് തന്നെ ക്ഷമിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തില് മുമ്പോട്ടുള്ള നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് ജീവിത വിജയമായിരിക്കും. ക്ഷമിക്കാത്ത ഹൃദയത്തിന് ആരെയും സ്നേഹിക്കാൻ കഴിയുകയില്ല. പച്ചയത്തിൽ എല്ലാവരും ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ യുദ്ധശ്രുതികളൊക്കെ അവിടെ ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും വിവിധ രാജ്യങ്ങളായിരിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ സേഫ് ആയിട്ടിരിക്കട്ടെ. നിങ്ങളും ആയിരിക്കുന്നിടത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാം. വീണ്ടും കാണുന്നത് വരെയും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടേക്ക് കെയർ, ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ 100% മാനിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിലേ വീണ്ടും ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഈ വീഡിയോ കൊണ്ട് പ്രയോജനമാവെങ്കിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു.